ഹായ് ഓൾ, വെൽക്കം ടു റൈസ് ഏഗൻ വിജയജാലകം. എൻ്റെ പേര് അഖിലേഷ് എന്നാണ് കേട്ടോ. നിങ്ങൾ എ കെ എന്നൊക്കെ വിളിച്ചാൽ മതി. തന്നെ എ കെ സാർ എന്നാണ് കുട്ടികളൊക്കെ വിളിക്കാറുള്ളത്. എനിക്ക് ഇന്ന് കുറേ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതിന് മുമ്പേ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ട് ഇവരുടെ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആണല്ലോ? കൂടാതെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക് പ്രകാശം, ലൈറ്റാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മുടെ USS എക്സാമിനേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പ്രതിപതനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ, ഒരു ദർപ്പണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ആദ്യം എക്സ്പെരിമെൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ കണ്ണാടി ഒരു സുതാര്യ വസ്തുവാണോ അല്ലെങ്കിൽ അതാര്യ വസ്തുവാണെന്ന്, ഒപ്പേക്കാണോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആണോ? ഇതൊരു സുതാര്യ വസ്തുവാണ് അല്ലേ, ട്രാൻസ്പെറൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ആണോ? അല്ല. അങ്ങനെ ആരെങ്കിലും കൂടെ പറഞ്ഞാൽ നിങ്ങളെ തെറ്റിക്കാൻ പറഞ്ഞതാണ്. ഇതെന്ത് വസ്തുവാണ്? ഇതൊരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ്. പ്രകാശത്തെ കടത്തി വിടില്ലാണ്, പ്രകാശത്തെ പ്രതിപതിപ്പിക്കും. അതായത് ഇതൊരു അതാര്യ വസ്തുവാണ്. ഞാൻ ഒരു വസ്തുവിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ പ്രതിബിംബം ഇവിടെ ലഭിക്കും. ശരിയാണല്ലോ? സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഒരു ദർപ്പണം, അതായത് ഒരു സമതല ദർപ്പണം ഉണ്ടാക്കുന്ന പ്രകാശ പ്രതിപതനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിബിംബത്തിൻ്റെ സവിശേഷത, പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജസ്, വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. നമ്മളത് പഠിക്കാൻ പോവാണ്. ആദ്യത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലെ ദൂരം എന്തായിരിക്കും? എപ്പോഴും തുല്യമായിരിക്കും. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് നിങ്ങളുടെ കണ്ണാടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, നിങ്ങൾ എത്ര ദൂരേക്ക് പോകുന്നോ അത്രയും ദൂരേക്ക് ആരും പോവും? നമ്മുടെ ഇമേജും പോവും. നമ്മുടെ കണ്ണാടിക്ക് അടുത്ത് വന്നാലോ ഇമേജും അടുത്തടുത്ത് വരും. ക്ലിയർ ആണേ? സോ ഒന്നാമത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. രണ്ടാമത്തേതാണ് വസ്തുവിൻ്റെ ഹൈറ്റ്. ഇതാ, എത്ര ഉയരമാണോ വസ്തുവിനുള്ളത് അതേ ഉയരമായിരിക്കും ആർക്കും ഉണ്ടാവുക? പ്രതിബിംബത്തിനും ഉണ്ടായിരിക്കുക. സോ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജും എന്താണ്? ഈക്വൽ ആണ്. ഡീലാണല്ലോ? ഓക്കെ. മൂന്നാമത്തത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ണാടിന് മുമ്പ് പോയി നിങ്ങൾ വലത് കൈ ഉയർത്തിയാൽ പ്രതിബിംബം ഏത് കൈയാ ഉയർത്തുക? പ്രതിബിംബം ഇടത്തെ കൈയാ ഉയർത്തുക അല്ലേ? സോ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഇമേജ് നമ്മൾ പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് പാർഷിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ലാറ്ററൽ ഇൻവേർഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വരുന്ന ലൈവുകളിൽ അത് വ്യക്തമായിട്ട് സംസാരിക്കാം. ഓക്കെ. അടുത്തതാണ് കണ്ണാടിൻ്റെ ഉള്ളിലാണ് ഈ പ്രതിബിംബം ഉണ്ടാവുന്നത് അല്ലേ? The image is formed inside the mirror. സോ അങ്ങനെ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? മിഥ്യാ പ്രതിബിംബം അല്ലെങ്കിൽ വെർച്വൽ ഇമേജ്. ദ ഇമേജസ് ഫോംഡ് ഇൻസൈഡ് എ മിറർ ആണ്. കണ്ണാടിക്ക് ഉള്ളിലാണെങ്കിൽ മിഥ്യ എന്ന് പറയാം, വെർച്വൽ എന്ന് പറയും. ഈ മിഥ്യാ പ്രതിബിംബം എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും, നിവർന്നതായിരിക്കും. നിങ്ങൾ കണ്ണാടി പോയി നോക്കുമ്പോൾ നിങ്ങളെ തലകുത്തിയാണോ കാണുക? ഒരിക്കലുമല്ല, നേരെയല്ലേ കാണുക? നിവർന്ന പ്രതിബിംബമായിരിക്കും അല്ലേ? സോ അതുകൂടി മനസ്സിലാക്കി വെക്കുക. മിഥ്യയായതും നിവർന്നതും, വെർച്വൽ ആൻഡ് ഇറക്റ്റ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സമതല ദർപ്പണത്തിന് ഉപയോഗങ്ങളാണ്. ഒന്നാമത്തെ ഉപയോഗം ടു ലുക്ക് അവർ ഫേസ്. നമുക്ക് നമ്മുടെ മുഖം നോക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപയോഗമാണ് കലൈഡോസ്കോപ്പ്. കണ്ടതാണോ കലൈഡോസ്കോപ്പ്? ഇതേപോലെ കലൈഡോസ്കോപ്പ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഉള്ളിൽ 3 ദർപ്പണങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കലൈഡോസ്കോപ്പ് ഉണ്ടാക്കുക. ഇതിൽ പെബിൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് ഇതേപോലുള്ള വർണ്ണ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ യൂസാണ് മക്കളെ പെരിസ്കോപ്പ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ യുദ്ധരംഗത്തും അതേപോലെ അന്തർവാഹിനികളിലും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? പെരിസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു കണ്ണാടി ഉണ്ടാവും, ഇവിടെ ഒരു കണ്ണാടി ഉണ്ടായിരിക്കും. സോ ഇവിടെയുള്ള വസ്തുക്കളെ നമുക്ക് എവിടെ നിന്ന് കാണാൻ സാധിക്കും? ഒരു കുഴിയുടെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് എന്ത്? പെരിസ്കോപ്പ്. ഓക്കെ. സോ യുദ്ധരംഗത്തും നമ്മൾ ഇതേപോലെ ഉപയോഗിക്കുന്നുണ്ട്.
ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കണക്കുകളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുണ്ട്. ഇഫ് ടു മിറേഴ്സ് ആർ പ്ലേസ്ഡ് ടുഗദർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഹൗ മെനി ഇമേജസ് വിൽ ബി ഫോംഡ്? അതായത് രണ്ട് ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ ചേർത്ത് വെച്ചാൽ എത്ര പ്രതിബിംബങ്ങൾ രൂപീകരിക്കും? മക്കളെ, ഇവിടെ ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇക്വേഷൻ ഇങ്ങനെയാണ്: n സമം 360/θ-1. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിബിംബങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഇമേജസ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ കോണളവാണ്. നമുക്കറിയാം ഇവിടെ തീറ്റ എത്രയാണ്? തീറ്റ 60 ഡിഗ്രി ആണ് അല്ലേ? n ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരെ വാല്യൂ കൊടുത്താൽ മതി. എന്ത് കിട്ടും? n സമം 360/θ 60 ആയതുകൊണ്ട് 60 - 1 ചെയ്യാം. ഈ 0യും ഈ 0യും കട്ടായി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 36/6. എത്രയാണ്? 6 അല്ലേ? 6 6 36 ആണ്. സോ n സമം 6 - 1 ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് ഉത്തരം കിട്ടുക. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കൃത്യമായിട്ട് പഠിക്കണം. ഇത്തരം ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഈ ചോദ്യം തിരിച്ചു ചോദിക്കും. എങ്ങനെ ചോദിക്കുക? ഇങ്ങനെ ചോദിക്കും: 2 mirrors together forms 7 images. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. അതായത് രണ്ട് ദർപ്പണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ 7 പ്രതിബിംബങ്ങൾ രൂപീകരിച്ചു എങ്കിൽ അവ തമ്മിലുള്ള കോണളവ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് തീറ്റയാണ് കാണേണ്ടത്. നമുക്ക് n തന്നു. എത്രയാണ്? 7. അപ്പോൾ ഇക്വേഷൻ ഏതാണ്? n = 360/θ-1 ആണ്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? n തന്നിട്ടുണ്ട്. n എത്രയാണ്? 7 ആണ്. സോ 7 = 360/θ-1 എന്ന് കിട്ടും. നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ -1നെ നേരെ ഇപ്പത്തേക്ക് കൊണ്ടുവരാം. -1 സമത്തിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? +1 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 7 + 1 = 360/θ എന്ന് കിട്ടും. അതായത് 8 സമം 360/θ എന്ന് കിട്ടും അല്ലേ? നമുക്ക് കാണേണ്ട ആൾ തീറ്റയാണ്. അപ്പോൾ കാണേണ്ട ആളെ കാണാൻ വേണ്ടി ഞാൻ ഈ തീറ്റയെ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. കാരണം എനിക്ക് തീറ്റ താഴെയാണ്, ഹരിക്കുന്ന ഡിവിഷൻ ഫാക്ടറാണ്. അങ്ങോട്ട് മാറുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇൻറ്റു ആയിട്ട് മാറും, ഗുണിക്കാനായിട്ട് മാറും. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക മക്കളെ? എനിക്ക് കിട്ടും തീറ്റ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 8θ = 360 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി തീറ്റ എന്ത് ചെയ്താൽ മതി? 8നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. 8 × തീറ്റയാണ്. അപ്പോൾ എന്തായിട്ട് മാറും? തീറ്റ സമം 360/8 അല്ലേ? 360/8 നിങ്ങൾ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 45 ഡിഗ്രിയാണ്. സോ ഇത് പഠിച്ചു വെക്കുക. ഓപ്ഷനിൽ 45 ഡിഗ്രി ഉണ്ട്. എ ആണ് നമ്മുടെ ഉത്തരം. സോറി, ബി ആണ് അല്ലേ? ബി 45 ഡിഗ്രിയാണ്. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത്. സ്പെറിക്കൽ മിസ് നമുക്ക് പിന്നൊരു ഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും ചോദ്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇതുമാത്രമല്ല, ഇനി വരുന്ന എല്ലാ ലൈവുകളിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഏകൻ ക്ലാസ്സുകൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. ഈ ചാനൽ മാത്രമല്ല, നമുക്ക് ഏകണിൽ തന്നെ ഒരുപാട് ചാനലുകളുണ്ട്. ഏകൻ റേസിൻ്റെ എല്ലാ ചാനലിൻ്റെയും ലിങ്കുകൾ നമ്മളിവിടെ കൊടുക്കുന്നതായിരിക്കും. 8, 9, 10, +1, +2 ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങളെല്ലാവരും 8ാം ക്ലാസ്സിൻ്റെ ഏകൻ്റെ ചാനൽ ഇപ്പം തന്നെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അടിപൊളി രസകരമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെഷനിൽ കാണാം മക്കളെ. അതുവരെ ബൈ.